എല്ലാവർക്കും കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമായിട്ടാണ് വന്നേക്കുന്നത്. ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അതിനായിട്ട് ഞങ്ങളിവിടെ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ് 4 എണ്ണം ഞാനത് ചെറിയ പീസുകളാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, ക്യാപ്സിക്കം, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യാമെന്ന് നോക്കാം. കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 3 ഗ്രാമ്പു, 3 ഏലക്കായ, 2 ചെറിയ പീസ് കറുവപ്പട്ട ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വഴന്നു വരുന്നവരെ ഇളക്കി കൊടുക്കാം. തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ യൂസ് ചെയ്യാം. അധികം നല്ലോണം വഴന്ന് ഇങ്ങനെ ഇതായി വരരുത്, സവാള മൊരിഞ്ഞു വരരുത്. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇത്രയും വഴന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പച്ചമുളക് ഇതിൽ ചേർക്കണില്ല, അതുകൊണ്ട് എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഇത് കൂട്ടി നല്ലോണം മിക്സ് ചെയ്യാം. എരിവ് നിങ്ങൾക്ക് കുറവാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഇത്രയും എരിവ് ഇടണ്ട കേട്ടോ, 1 ടീസ്പൂൺ ഇട്ടാലും മതി. നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണമാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കണ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇത് വേവാൻ കുറച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്ന് മിക്സാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വേവാനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ 2-3 മിനിറ്റോളം ആയിട്ടുണ്ട്. അധികം വേവാനില്ല, ഉരുളക്കിഴങ്ങൊക്കെ വെന്തിരിക്കണ കാരണം കൊണ്ട് വേഗം ശരിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളി ആവശ്യമില്ല ഇതിന്. ഇനി നമ്മൾ സോസ് ചേർക്കും, അപ്പോൾ അതുകൊണ്ട് അധികം പുളിയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ലോണൊന്ന് മിക്സാക്കി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ നമുക്ക് വേപ്പില ഇട്ടാലും മതി.
ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അതിൻ്റെതായ ഒരു രുചിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ള കറി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ശരിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അല്ലേ ചപ്പാത്തി കൂട്ടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചപ്പാത്തി എടുത്ത് കറിയിൽ മുക്കി ഇത് ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും തക്കാളി എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.